ലോകം ഇന്ന് സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലയിടങ്ങളിലും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആണവ യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതിയാണ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം ഇറാനിൽ ഇറങ്ങിയെന്ന വാർത്ത ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറുമൊരു വാർത്ത എന്നതിലുപരി ആഗോള സൈനിക തന്ത്രങ്ങളിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണിത്. എന്താണ് ഈ ഡുംഡേ വിമാനം? ആണവയുദ്ധം പോലുള്ള അത്യന്തം വിനാശകരമായ സാഹചര്യങ്ങളിൽ പോലും രാജ്യത്തെയും സൈന്യത്തെയും നയിക്കാൻ കഴിയുന്ന വിമാനങ്ങളെയാണ് ഡുംഡേ പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിങ് കമാൻഡ് സെന്റർ എന്ന് വിളിക്കുന്നത്. റഷ്യയുടെ ഈ വിമാനം TU-214 എന്ന മോഡലിൽ നിന്ന് പരീക്ഷിച്ചതാണ്. ഒരു സാധാരണ വിമാനത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ നിർമ്മാണത്തിലെ സവിശേഷതകളാണ്. ആണവ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പുറത്തുവരുന്ന അതിശക്തമായ വൈദ്യുതകാന്തിക തരംഗങ്ങളെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ പുറംചട്ടയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളും തകർന്നാലും ആകാശത്തു നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഈ വിമാനത്തിന് സാധിക്കും. ഈ നീക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? റഷ്യയുടെ ഈ വിമാനം ഇറാനിൽ ഇറങ്ങിയത് യാദൃച്ഛികമല്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ വഷളായ അവസ്ഥയിലാണ്. ഇത്തരമൊരു നിർണായക സമയത്ത് റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉയർന്ന മാതൃക ഇറാനിലെത്തുന്നത് അമേരിക്കയ്ക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ റഷ്യയും ഇറാനും കൈകോർക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഈ സംഭവം. ഈ വിമാനത്തിൻ്റെ ഉള്ളിലുള്ള സാങ്കേതിക വിദ്യകൾ അങ്ങേയറ്റം രഹസ്യമാണ്. എങ്കിലും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ലോകത്തിലെ ഏത് ഭാഗത്തേക്കും ആശയവിനിമയം നടത്താൻ ശേഷിയുള്ള ഹൈടെക് ആന്റിനകളും സൈനിക നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഇതിലുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനും കഴിയുന്നതുകൊണ്ട് ആഴ്ചകളോളം താഴെയിറങ്ങാതെ തന്നെ ഈ വിമാനത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തെ ആകാശത്തേക്ക് മാറ്റുന്നതിന് തുല്യമാണ്. റഷ്യയുടെ ഈ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണവായുധങ്ങളെക്കുറിച്ച് പുറം ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം വിമാനങ്ങളുടെ സാന്നിധ്യം യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനുമായുള്ള റഷ്യയുടെ ഈ അടുപ്പം യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയതിന് തെളിവാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ആധുനിക യുദ്ധങ്ങളിൽ നേരിട്ടുള്ള സൈനിക പോരാട്ടത്തെക്കാൾ ഉപരിയായി ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും വലിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. റഷ്യയുടെ ഈ ഡുംസ്ഡേ വിമാനം ഇറാനിൽ ഇറങ്ങിയത് കേവലം ഒരു സാങ്കേതിക ലാൻഡിംഗ് എന്നതിലുപരി വരും കാലത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ ചലനങ്ങളുടെ മുന്നോടി കൂടിയാണ്. മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അദൃശ്യമായ സഹകരണം ഭാവിയിൽ ലോകത്തെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒരു കാര്യം ഉറപ്പാണ്, ആണവയുദ്ധം എന്ന ഭീഷണിയെ മുൻനിർത്തി റഷ്യ പ്രകടിപ്പിക്കുന്ന ഈ സൈനിക കരുത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിരോധ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു.